അനുപമമായ നിർമ്മിതികളുടെയും അനശ്വരമായ വാസ്തുവിദ്യയുടെയും ഒപ്പം എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് മയൻ. വിശ്വകർമാവ് ദേവശില്പിയാണെങ്കിൽ മയൻ അസുരശില്പിയാണ്. വിസ്മയിപ്പിക്കുന്ന മായാനഗരങ്ങളും അതിശയിപ്പിക്കുന്ന നിർമ്മാണ വൈദഗ്ധ്യവും അദ്ദേഹത്തിന് നൽകപ്പെട്ട വരപ്രസാദം തന്നെയായിരുന്നു. മയാസുരന്റെ കരവിരുതുകളിൽ പരമശിവനാൽ ദഹിപ്പിക്കപ്പെട്ട ത്രിപുരവും പാണ്ഡവരെയും കൗരവരെയും വളരെ വേഗം യുദ്ധഭൂമിയിലേക്ക് എത്തിച്ച ഇന്ദ്രപ്രസ്ഥത്തിലെ മായാസഭയും ഉൾപ്പെടുന്നു. ഇതിഹാസങ്ങളായ രാമായണത്തിലും മഹാഭാരതത്തിലും മയന്റെ ശക്തമായ സാന്നിധ്യം കാണാം. ആരാണി മയൻ? മയന്റെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് പ്രജാപതി കശ്യപനിലാണ്. ബ്രഹ്മാവിന്റെ പൗത്രനും മരീചിയുടെ പുത്രനുമായ കശ്യപൻ. കശ്യപൻ വിവാഹം ചെയ്ത പ്രജാപതി ദക്ഷന്റെ 13 പെൺമക്കൾമാരിൽ ഒരുവൾ ധനു. ഈ ധനുവിൽ നിന്നാണ് ദാനവ വംശം ഉണ്ടാകുന്നത്. ധനുവിന്റെ മക്കളിൽ പ്രമുഖനാകുന്നു മയൻ. അസുരവംശത്തിലാണ് പിറന്നതെങ്കിലും അദ്ദേഹം അസാമാന്യമായ പ്രതിഭാശാലിയായിരുന്നു. ഉള്ളിലെ ഗുണം എന്തുതന്നെയായാലും കഴിവിനെയും വൈഭവത്തെയും രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമേ എന്നും ലോകത്തിന് പറയാനുള്ളൂ. ബാല്യത്തിൽ തന്നെ ശില്പവിദ്യയിൽ നിപുണത പ്രദർശിപ്പിച്ചിരുന്നു ധനുവിന്റെ പുത്രൻ. ജന്മസിദ്ധമായി ലഭിച്ച കഴിവിനെ വാനോളം എത്തിക്കുവാൻ മയൻ ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചു. ആ സാധന മംഗളകരമായി കലാശിക്കുകയും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ശില്പകലയിൽ അതുല്യനാവണം എന്നായിരുന്നു മയന്റെ ആവശ്യവും പ്രാർത്ഥനയും. മയനെ കനിഞ്ഞനുഗ്രഹിച്ചു ബ്രഹ്മദേവൻ. സകല ദേവാസുര ദാനവന്മാരുടെയും അതുല്യ ശില്പിയായി തീരും എന്ന് വരവും നേടി കശ്യപപുത്രൻ അനുഗ്രഹിക്കപ്പെട്ടു. നൈസർഗികമായ കഴിവുകളോടൊപ്പം ബ്രഹ്മദേവന്റെ വരവും കൂടി ലഭിച്ചിരിക്കുന്നു. മയൻ അതുല്യനായി തീർന്നു. അതിസുന്ദരങ്ങളും അത്യാകർഷങ്ങളുമായ സൗധങ്ങൾ ദേവന്മാർക്കും അസുരന്മാർക്കുമായി നിർമ്മിച്ചു നൽകി അയാൾ. മയന്റെ കഴിവും ശില്പകലയിലെ പ്രാവീണ്യവും കണ്ട് ദാനവന്മാർ തങ്ങളുടെ രാജാവായി മയനെ അഭിഷേകം ചെയ്തു. ആ കാലഘട്ടം ദേവാസുരന്മാർ പകവിട്ട് ഏകോദര സഹോദരങ്ങളായി കഴിഞ്ഞു വന്ന സമയമായിരുന്നു അത്രേ. ഒരിക്കൽ ദേവലോകത്ത് ഗംഭീരമായൊരു നൃത്തം നടത്തപ്പെട്ടു. ദേവസ്ത്രീകളുടെ നൃത്തം കാണുന്നതിനായി ക്ഷണിക്കപ്പെട്ടിരുന്നു മയനും. മനോമോഹിനികൾ സുന്ദരമായ വേഷവിധാനങ്ങളോടെ ഇന്ദ്രിയാനുഭൂതി നൽകുന്ന സംഗീതത്തിൽ ചുവടുകൾ വയ്ക്കുന്നു. കൂട്ടത്തിലൊരു അപ്സരസ് മയനെ വല്ലാതെ ആകർഷിച്ചു. അവളുടെ പേര് ഹേമ. മയന്റെയും ഹേമയുടെയും കണ്ണുകൾ പരസ്പരം ഇടയുകയും ആ സദസ്സിൽ വെച്ച് ഹൃദയങ്ങൾ തമ്മിൽ ഒരു ബന്ധമുടലെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ വിവരമറിഞ്ഞ ദേവകൾ ആ ബന്ധം കൂട്ടിച്ചേർക്കുവാൻ മുൻകൈയെടുക്കയാൽ അനുരാഗം പൂവണിഞ്ഞു. ഹേമ മയന്റെ പത്നിയായി. ഹിമവാന്റെ തെക്കേ താഴ്വരയിൽ ഹേമപുരം എന്നൊരു നഗരം സൃഷ്ടിച്ച് മയനും ഹേമയും കുടുംബജീവിതം ആരംഭിച്ചു. അവർക്ക് മായാവി എന്നും ദുന്ദുഭി എന്നും പേരുള്ള 2 മക്കൾ ജനിക്കുകയും ചെയ്തു. ഒരു പുത്രിക്കായി വല്ലാതെ ആഗ്രഹിച്ചിരുന്നു മയനും ഹേമയും. ശിവഭഗവാനെ തപസ് ചെയ്ത് ഒരു പെൺകുഞ്ഞിനായി അവർ കാത്തിരുന്നു. ആത്മാർത്ഥതയോടെയുള്ള ഒരു പ്രാർത്ഥനയും ഫലം കാണാതെ പോവുകയില്ല. ഏതു രീതിയിൽ ഏതു സമയത്ത് അത് സഫലമാക്കണമെന്ന് ഈശ്വരൻ തീരുമാനിക്കും എന്ന് മാത്രം. ഇനി പറയാൻ പോകുന്നത് രാമായണത്തിലെ അതുല്യയായ ഒരു സ്ത്രീയുടെ ജനനത്തെക്കുറിച്ചാണ്. അവൾ പഞ്ചമഹാസ്ത്രീരത്നങ്ങളിൽ സ്ഥാനം പിടിച്ചവൾ. അവളുടെ പൂർവ്വജന്മത്തിൽ നിന്നും ആ ചരിത്രം പറഞ്ഞു തുടങ്ങേണ്ടിയിരിക്കുന്നു. മധുര എന്നു പേരുള്ള അപ്സര സ്ത്രീ. ശിവഭക്തയായിരുന്നു മധുര. സോമവാരവ്രതം ദീക്ഷിച്ച് ഒരിക്കൽ അവൾ കൈലാസത്തിൽ ചെന്ന് ശിവഭഗവാനെ വണങ്ങി നിന്നു. പക്ഷേ പെരുമാറ്റത്തിലുള്ള അപാകതയാൽ അവൾ പാർവതീദേവിയുടെ കോപത്തിന് ഇരയാവുകയാണ് ഉണ്ടായത്. പാർവതി ശാപത്താൽ മധുര ഒരു തവളയായി മാറി. എങ്കിലും ആ ദുര്യോഗത്തിന് 12 വർഷം കാലയളവ് വിധിച്ച് ശാപമോക്ഷം നൽകി പാർവതീദേവി അവളെ അനുഗ്രഹിച്ചു. 12 വർഷം കഴിയുമ്പോൾ അവൾ സ്ത്രീരൂപം വീണ്ടെടുക്കുമത്രേ. പരമശിവൻ അവളെ സമാധാനിപ്പിച്ചു. ശാപമോക്ഷത്തിനു ശേഷം ശക്തിമാനായ ഒരു പുരുഷൻ അവളെ വിവാഹം കഴിക്കുകയും അവൾ പേരെടുത്ത ഒരു രാജ്ഞിയായി തീരുകയും ചെയ്യും എന്നരുളി മഹാദേവൻ അവളെ അനുഗ്രഹിച്ചു. മധുര തവളയായി മാറി. മണ്ടൂക രൂപത്തിൽ അവൾ വന്നു വീണു ഒരു പൊട്ടക്കിണറ്റിൽ. കർമ്മഫലത്തിനനുസരിച്ച് ആത്മാക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ വിധി വേണ്ടതൊരുക്കും. മധുരയുടെ കാര്യവും അങ്ങനെ തന്നെ.
ആ കിണറിന് സമീപത്തായിരുന്നു മയനും ഹേമയും ഒരു പുത്രിക്ക് വേണ്ടി തപസ് ചെയ്തുകൊണ്ടിരുന്നത്. കിണറ്റിൽ തവളയായി അവൾ കഴിഞ്ഞുകൂടി. ഒരു വ്യാഴവട്ടം പൂർത്തിയായപ്പോൾ മധുരയ്ക്ക് ശാപമോക്ഷം ലഭിക്കുകയാണ്. സ്ത്രീരൂപം വീണ്ടെടുത്തു ആ അപ്സരസ്. അവളെ കിണറ്റിൽ നിന്നും മയൻ കണ്ടെത്തി. തപസ്സിന് ലഭിച്ച പ്രതിഫലം തന്നെ എന്ന് കരുതി മയൻ. അവകാശികളായി ആരുമില്ലാത്ത മധുരയെ പുത്രിയായി സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹം. അവളുടെ ചരിത്രം മുഴുവൻ ചോദിച്ചു മനസ്സിലാക്കി ശിവഭഗവാന്റെ വരപ്രസാദമായി ഏകമനസ്സോടെ മയനും ഹേമയും അവളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. മണ്ഡൂകത്തിൽ നിന്നും പരിവർത്തനം ചെയ്യപ്പെട്ട അവളെ മണ്ഡോദരി എന്ന് പേരിട്ട് അവർ പരിപാലിച്ചു. കാലാന്തരത്തിൽ ലങ്കാധിപതി രാവണന്റെ പത്നിയായി തീർന്നു മണ്ഡോദരി. തൻ്റെ ഗുണമഹിമ കൊണ്ടും ജീവിതത്തിൻ്റെ ശുദ്ധി കൊണ്ടും പഞ്ചകന്യമാരിൽ സ്ഥാനം പിടിച്ചവളാണ് മണ്ഡോദരി. അഹല്യ, സീത, താര, ദ്രൗപദി, മണ്ഡോദരി ഇവരാണ് ആ സ്ത്രീരത്നങ്ങൾ. ത്രിപുരം എന്ന അത്ഭുതകരമായ 3 പുരങ്ങളുടെ നിർമ്മിതിക്ക് പുറകിൽ മയന്റെ കരവിരുത് കാണാം. താരകാസുരന്റെ പരമ്പരയിൽ നിന്നുമാണ് ത്രിപുരത്തിന്റെ നിർമ്മിതിക്ക് കാരണമായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത്. താരകാസുരൻ അതിശക്തിമാനായ അസുരൻ അവൻ. അയാൾ ദേവകൾക്ക് വരുത്തിയ വിനാശം ചെറുതായിരുന്നില്ല. താരകാസുരന്റെ അവസാനം കുറിച്ചത് കാർത്തികേയനായിരുന്നു, ശിവപുത്രനായ സുബ്രഹ്മണ്യൻ. അയാളുടെ അന്ത്യത്തിനു വേണ്ടി തന്നെ കാർത്തികേയൻ എന്ന മുരുകൻ ജനിക്കുന്നു. ഈ താരകാസുരൻ വജ്രാംഗന്റെ പുത്രനാണ്. പ്രജാപതി കശ്യപന്റെയും ദക്ഷന്റെ പുത്രി ദിതിയുടെയും പുത്രനായിരുന്നു വജ്രാംഗൻ. ദിതിയിൽ നിന്നാണ് അസുരവംശം ആരംഭിക്കുന്നത്. അതിശക്തിമാനും അത്ഭുതകരമായ കഴിവുകളുള്ളവനുമായ വജ്രാംഗൻ വാരാംഗി എന്ന സ്ത്രീയെ തൻ്റെ കഴിവിനാൽ സൃഷ്ടിച്ചു. അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. ശേഷം അയാൾ 1000 വർഷം ബ്രഹ്മാവിനെ തപസ് ചെയ്യുകയാണ്, അതിശയകരമായ ഒരു പുത്രന്റെ ജനനത്തിനു വേണ്ടി. ആഗ്രഹിച്ച വരം സമ്പാദിക്കുകയും ചെയ്തു ആ ദമ്പതികൾ. ദേവകൾക്ക് ഒരു വെല്ലുവിളിയായി ജനിച്ച ആ അസുരപുത്രനാണ് താരകാസുരൻ. വിശ്വത്തിനുമേലുള്ള സർവാധിപത്യത്തിനു വേണ്ടി തന്നെ താരകാസുരൻ ജീവിച്ചു. ദേവകളെ വിജയിക്കുക തന്നെ പരമമായ ലക്ഷ്യം. ലക്ഷ്യപ്രാപ്തിക്കായി തപസ് എന്ന കടമ്പ കടക്കണം. താരകാസുരൻ ബ്രഹ്മദേവന്റെ അനുഗ്രഹം ഉന്നം വെച്ച് തപസ് തുടങ്ങി. കാലം ചെന്നപ്പോൾ തപസ്സിൽ വിജയിച്ചു കയറി അയാൾ. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. 2 വരങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന് സർവവിജയം, രണ്ടാമത്തേത് വിചിത്രവും എന്നാൽ കൗശലകരവുമായിരുന്നു. താൻ വധിക്കപ്പെടുന്നുവെങ്കിൽ ശിവപുത്രൻ മുഖാന്തിരമായിരിക്കണം എന്നായിരുന്നു രണ്ടാമത്തെ ആഗ്രഹം. മഹാവിഷ്ണു ലോകം ഭരിക്കുന്നതുകൊണ്ട് എന്തായാലും ഒരു പരിധി വിട്ട് അസുരകളെ വളർത്താൻ അനുവദിക്കുകയില്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയാം. പോരാത്തതിന് വരം നേടി ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ദേവകളുടെ മേലുള്ള ആക്രമണവും. ദേവന്മാർ അതിന് പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യും. അതിനാൽ തന്ത്രപരമായി രണ്ടാമത്തെ വരം വാങ്ങിക്കുന്നു. വധിക്കപ്പെടുന്നുവെങ്കിൽ ശിവപുത്രനാൽ വധിക്കപ്പെടണം. പരമശിവന് അപ്പോൾ മക്കളൊന്നുമില്ല. പോരാത്തതിന് സതിയുടെ നിര്യാണശേഷം മഹാദേവൻ കൊടും വൈരാഗിയായി കഴിയുന്ന സമയം. ആയതിനാൽ പരമശിവന് വിവാഹം, പത്നി, സന്താനങ്ങൾ എന്നതിന് ഒരു സാധ്യതയുമില്ല. ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷമാണ് താരകാസുരൻ കൗശലപരമായി രണ്ടാമത്തെ വരം ചോദിച്ചത്. എന്തായാലും ചോദിച്ച 2 വരങ്ങളും നൽകി ബ്രഹ്മദേവൻ അയാളെ അനുഗ്രഹിച്ചു. വരബലം നേടി അജയ്യനായി തീർന്നു താരകാസുരൻ. ആദ്യം തന്നെ ആക്രമിച്ചു ദേവലോകം. ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തിൽ നിൽക്കുന്ന അയാളെ ചെറുക്കുവാൻ ദേവേന്ദ്രന് സാധിച്ചില്ല എന്നത് പരമാർത്ഥം. ദേവേന്ദ്രൻ തോൽവി സമ്മതിച്ച് പിൻവാങ്ങി. താരകാസുരന്റെ പരാക്രമം ദേവലോകത്തിൽ മാത്രം ഒതുങ്ങിയില്ല. ലോകം മുഴുവൻ അയാൾ അക്രമമഴിച്ചുവിട്ടു. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സന്തുലനം ഏതാണ്ട് താറുമാറായി. ഒടുവിൽ പരിഹാരം കാണുവാൻ ദേവകൾ മുന്നിട്ടിറങ്ങുകയാണ്. സത്യലോകത്ത് ചെന്ന് ബ്രഹ്മദേവന് മുഖം കാണിച്ചു ഇന്ദ്രൻ. വരം നൽകിയ ആൾക്കല്ലേ അതിൻ്റെ പഴുതുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകൂ. തൻ്റെ മരണത്തിന് ശിവപുത്രൻ മാത്രമേ കാരണമാകാവൂ എന്ന ബലവത്തായ വരം വാങ്ങിയാണ് താരകാസുരൻ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് ദേവേന്ദ്രൻ അവിടെ നിന്നും തിരിച്ചറിഞ്ഞു. ഇനി മുൻപിൽ ആകെയുള്ള പോംവഴി ശിവപുത്രന്റെ ജനനമാണ്.
കൊടും തപസ്സിലിരിക്കുന്ന മഹാദേവനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ വയ്യ. ആകെയുള്ള ഒരു ആശ്വാസം ശരീരം ത്യജിച്ച സതി പാർവതിയായി പുനർജനിച്ചിട്ടുണ്ട് എന്നത് മാത്രം. പരമശിവന്റെയും പാർവതിയുടെയും സമാഗമത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമേ തങ്ങൾക്കിനി ചെയ്യാനുള്ളൂ എന്ന് മനസ്സിലാക്കി ഇന്ദ്രനടക്കമുള്ള ദേവന്മാർ മഹാവിഷ്ണു നാരദ മഹർഷിയെ പാർവതിയെ ശിവനിലേക്ക് നയിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ചുമതലയേൽപ്പിച്ചു. മഹർഷി അത് വൃത്തിയായി ചെയ്യുകയും ചെയ്തു. മഹാദേവനെ പതിയായി ലഭിക്കുവാനായി പാർവതി ഉഗ്രമായ തപസ് ആരംഭിക്കുകയും വിഷ്ണു അവളെ ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കുകയും ചെയ്തു. ഇതിൽ പാർവതിയുടെ ഭാഗം കൃത്യമായി എങ്കിലും പരമശിവൻ അപ്പോഴും കൊടും വൈരാഗ്യത്തിലാണ്. ഒടുവിൽ ഇന്ദ്രൻ അറ്റ കൈ പ്രയോഗിക്കുവാൻ തന്നെ തീരുമാനിക്കുന്നു. കാമദേവനെ വിളിച്ചു വരുത്തി അപകടകരമായൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഇന്ദ്രൻ. പരമശിവനെ തപസ്സിൽ നിന്നും എങ്ങനെയെങ്കിലും ഉണർത്തണം. രതിദേവിയോടൊപ്പം വന്ന് പുഷ്പബാണൻ തൻ്റെ ജോലിയും തുടങ്ങി. രംഗത്ത് പാർവതിയും അപ്പോൾ ഉണ്ട്. വസന്തം, പാട്ട്, മേളം. അവസാനം രക്ഷയില്ലാതെ തൻ്റെ മലരമ്പെടുത്ത് ഭഗവാന് നേരെ പ്രയോഗിച്ചു കാമൻ. വൈരാഗ്യമൂർത്തിയിൽ പ്രണയമുണർത്തുവാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഉണർന്നത് ദേഷ്യമായിരുന്നു എന്ന് മാത്രം. ശിവൻ തൻ്റെ മൂന്നാം കണ്ണു തുറന്നതോടെ കാമദേവൻ ഭസ്മമായി. ആ ദുരന്തത്തിൽ എല്ലാവരും സ്തബ്ധരായി തീർന്നു. എങ്കിലും സംഘർഷം ശമിച്ച ശേഷം പരമശിവൻ പാർവതിയെ വിവാഹം കഴിക്കുകയാണ്. കാമദേവൻ ശരീരമില്ലാത്തവനായി നിലനിൽക്കുവാൻ മഹാദേവനാൽ അനുഗ്രഹിക്കപ്പെട്ടു. കൺമുമ്പിൽ കത്തിച്ചാമ്പലായി തീർന്ന പതിയുടെ ദുരവസ്ഥ സഹിക്കുവാൻ രതിദേവി തയ്യാറായില്ല. അവളുടെ താപത്തിൽ നിന്നും ശാപമുയർന്നു. അത് പോയത് പാർവതിക്ക് നേരെ. ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുവാൻ കഴിവില്ലാതായി തീരട്ടെ എന്ന ശാപം പാർവതിയുടെ മേൽ വീണു. ശിവപുത്രന്റെ ജനനത്തിനായി ചെയ്ത പ്രയത്നമെല്ലാം വിഫലമാകുന്ന അവസ്ഥ. എങ്കിലും ലോകനന്മയ്ക്ക് ആ ഒരു ജനനം അനിവാര്യമാകയാൽ അതിനുള്ള സാഹചര്യങ്ങളും പിന്നാലെ ഉരുത്തിരിഞ്ഞു. ദേവന്മാരുടെ എല്ലാം സാന്നിധ്യത്തിൽ ശിവപാർവതി വിവാഹം മംഗളകരമായി പര്യവസാനിച്ചുവെങ്കിലും പുത്രജനനത്തിനായുള്ള സാധ്യതകൾ അപ്പോഴും മങ്ങി തന്നെ നിന്നു. കാലം കുറെ കഴിഞ്ഞപ്പോൾ ദേവകൾ മഹാദേവന് മുൻപിലെത്തി. സ്വർഗത്തിൽ തുടരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ എന്തെങ്കിലും നിവൃത്തി വരുത്തി ദേവകളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. ദേവകളുടെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ ഉമാപതി തയ്യാറാവുകയാണ്. അങ്ങനെ അസുലഭമായ ആ നിമിഷം വന്നെത്തുകയായി. പുത്രന്റെ സൃഷ്ടിക്കായി പരമശിവൻ തന്നെ മുൻകൈയെടുത്തു. എല്ലാവരും സാക്ഷിയായി നിൽക്കെ മഹാദേവനിൽ നിന്നും ഉയർന്നു അസാമാന്യ തേജസ്സുള്ള അഗ്നിഗോളങ്ങൾ. പാർവതീദേവിയുടെ ശക്തിയും വഹിച്ചുള്ള ആ അഗ്നിഗോളങ്ങളെ അഗ്നിദേവൻ സ്വീകരിച്ചു. മഹാദേവന്റെ നിർദ്ദേശപ്രകാരം തന്നെ അഗ്നിദേവൻ അവയെ ഗംഗാദേവിയെ ഏൽപ്പിക്കുകയാണ്. ശരവണപ്പൊയ്കയിൽ വിരിഞ്ഞു നിന്ന 6 താമരകളിലായി പാർവതിയുടെയും ശിവന്റെയും തേജസ്സിനെ ഗംഗ നിക്ഷേപിച്ചു. കാലക്രമേണ ആ താമരപ്പൂക്കളിൽ 6 ശിശുക്കളായി മഹാദേവന്റെ തേജസ് രൂപം പ്രാപിച്ചു. ശേഷം 6 കൃതികകളാൽ ആ കുഞ്ഞുങ്ങൾ പരിപാലിക്കപ്പെടുകയാണ്. പരമശിവനും പാർവതിയും കുഞ്ഞുങ്ങളെ കാണുവാൻ നേരിട്ടെത്തി. പാർവതീദേവിയുടെ കരസ്പർശത്താൽ 6 രൂപങ്ങളിൽ നിന്ന ശിവപുത്രന്മാർ ഏകരൂപനായി. അവൻ കാർത്തികേയൻ. അവന്റെ പിറവിക്കു വേണ്ടി ദേവകൾ ഒന്നാകെ കാത്തിരിക്കുകയായിരുന്നു. ഉചിതമായ യുദ്ധതന്ത്രങ്ങളെല്ലാം അഭ്യസിച്ച് അവൻ ദേവസേനാധിപതിയായി മാറി. സമയമായപ്പോൾ പോർമുഖം തുറന്ന് താരകാസുരനെ വെല്ലുവിളിച്ച് ബ്രഹ്മാണ്ഡ യുദ്ധത്തിനു ശേഷം അയാളെ കൊല്ലുകയും ചെയ്തു ശിവപുത്രൻ. സ്വർഗലോകത്ത് അസുരാധിപത്യം അവസാനിച്ചു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. വൈരാഗ്യത്തിന്റെ ചുവട് പിടിച്ച് സംഘർഷങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. ഇനി ത്രിപുരം എന്ന അത്ഭുതകരമായ 3 പുരങ്ങളുടെ നിർമ്മിതിയുടെ ചരിത്രത്തിലേക്ക്. താരകാസുരന്റെ പ്രബലന്മാരായ 3 മക്കളായിരുന്നു താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നിവർ. ഷൺമുഖനാൽ വധിക്കപ്പെട്ടുവെങ്കിലും പക അവശേഷിപ്പിച്ചുകൊണ്ടാണ് താരകാസുരൻ പോയത്. താരകാസുരന്റെ പുത്രന്മാർ അസുരന്മാരുടെ സർവാധിപത്യത്തിനു വേണ്ടി ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. സർവചരാചരങ്ങളാലും വധിക്കപ്പെടാതിരിക്കുവാനുള്ള വരം ആദ്യമായി തന്നെ അവർ ആവശ്യപ്പെട്ടു. അതൊഴിച്ച് വേറെ എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളുവാൻ ബ്രഹ്മദേവൻ. പിന്നീടുള്ള ആവശ്യം ഇങ്ങനെയായിരുന്നു: മഹാപ്രഭു,
ഞങ്ങൾക്ക് അത്ഭുതകരമായ 3 പുരങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണം. ആ പുരങ്ങൾ പ്രപഞ്ചം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നതും ആയിരിക്കണം. 1000 വർഷം തികയുമ്പോൾ സഞ്ചരിക്കുന്ന ഈ പുരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേരേണ്ടതാണ്. ആ കൂടിച്ചേരലിൻ്റെ നിമിഷം കഴിഞ്ഞാൽ വീണ്ടും 1000 വർഷത്തേക്ക് വേറെ വേറെ സഞ്ചരിക്കണം ആ പുരങ്ങൾ. ഞങ്ങൾക്ക് മരണമുണ്ടാകുന്നുവെങ്കിൽ 1000 വർഷം കഴിഞ്ഞുള്ള പുരങ്ങളുടെ ഒറ്റ കൂടിച്ചേരലിൽ മാത്രമായിരിക്കണം. അതും ഒറ്റ അമ്പുകൊണ്ട് മാത്രം. മൂവരും പറഞ്ഞു നിർത്തി. വിചിത്രമായ വരം. എളുപ്പത്തിൽ മരണമുണ്ടാകരുത് എന്നതു തന്നെ ഉദ്ദേശം. എങ്കിലും ബ്രഹ്മദേവൻ ആ വരം നൽകി അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു. ബ്രഹ്മദേവന്റെ ആശീർവാദപ്രകാരം അത്ഭുതകരമായ ഈ 3 സഞ്ചരിക്കുന്ന പുരങ്ങൾ നിർമ്മിച്ചു നൽകിയത് മയനായിരുന്നു. മയന്റെ കരവിരുത് മുഴുവൻ അവയിൽ പ്രകടമായിരുന്നു. ത്രിപുരം എന്നറിയപ്പെടുവാൻ തുടങ്ങി ആ പുരങ്ങൾ. ഒന്ന് സ്വർണം കൊണ്ടും മറ്റൊന്ന് വെള്ളി കൊണ്ടും മൂന്നാമത്തേത് ഇരുമ്പ് കൊണ്ടുമായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. സ്വർണപുരത്തിൽ താരകാക്ഷനും രജതപുരത്തിൽ കമലാക്ഷനും അധിപന്മാരായപ്പോൾ ഇരുമ്പുപുരത്തിന്റെ അധികാരം വിദ്യുന്മാലിക്കായിരുന്നു. അസുരന്മാർ എല്ലാവരും ഈ പുരങ്ങളിൽ വന്ന് താമസമാരംഭിച്ചു. യഥാക്രമം സ്വർഗത്തിലും ആകാശത്തിലും ഭൂമിയിലുമായാണ് ഈ പുരങ്ങൾ നിർമ്മിക്കപ്പെട്ടത്. എങ്കിലും അവയ്ക്ക് യഥേഷ്ടം ഏതു ദേശത്തും സഞ്ചരിക്കുവാനുള്ള ശക്തിയുമുണ്ടായിരുന്നു. ഇവ 3 നിയന്ത്രിച്ചിരുന്നത് ബാണൻ എന്ന അസുരപ്രധാനിയായിരുന്നു എന്ന് പത്മപുരാണം. മഹാബലിയുടെ പുത്രനായിരുന്നു ബാണാസുരൻ. ത്രിപുരങ്ങളിൽ മയന്റെ സംഭാവന അവയുടെ നിർമ്മിതിയോടുകൂടി മാത്രം തീർന്നില്ല. ബലവത്തായ വരങ്ങൾ വാങ്ങിയിട്ടും അസുരന്മാർക്ക് തുടർന്നും മരണം സംഭവിച്ചുകൊണ്ടിരുന്നു. അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ അവർ ഒത്തുചേർന്ന് കൂടിയാലോചന നടത്തി. താരകാസുരന്റെ തന്നെ മറ്റൊരു പുത്രനായ ഹരി ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. ആവശ്യം അസുരന്മാരുടെ അതിജീവനം. തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചതിനാൽ വരം നൽകാതെ നിവൃത്തിയില്ല. ബ്രഹ്മാവ് ഹരിക്കു മുൻപിൽ വച്ചു ഒരു നിർദ്ദേശം. മരണത്തിൽ നിന്നും ആർക്കും മോചനം നൽകാൻ സാധ്യമല്ല. പക്ഷേ മറ്റൊരു വിധത്തിൽ അസുരവംശത്തിന് പുനർജീവനം നൽകാം. ഇവിടെയാണ് മൃതസഞ്ജീവനി വാപിയുടെ ഉത്ഭവം. നാൻമുഖൻ അതിൻ്റെ ചുമതലയേൽപ്പിച്ചത് മയനെയും. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ത്രിപുരത്തിൽ മയൻ വിചിത്രമായൊരു കുളം നിർമ്മിച്ചു. മയാസുരന്റെ മാന്ത്രികതയോടൊപ്പം അമൃതിനാൽ നിറയ്ക്കപ്പെട്ടു ആ കുളം. മൃതസഞ്ജീവനി വാപിയുടെ പ്രത്യേകത വിശേഷമായിരുന്നു. ആരെങ്കിലും മരിച്ചാൽ മൃതശരീരമെടുത്ത് ആ കുളത്തിലിട്ടാൽ മതി. മരിച്ചയാൾ പൂർവാധികം ശക്തിമാനായി വെളിയിൽ വരും. ആ കുളത്തിന്റെ നിർമ്മിതിയോടെ അസുരന്മാർ മരണമില്ലാത്തവരായി എന്നു തന്നെ പറയാം. വരത്തിന്റെയും മൃതസഞ്ജീവനി വാപിയുടെയും പിൻബലത്തിൽ അസുരന്മാർ അഴിഞ്ഞാടുവാൻ തുടങ്ങി. ത്രിപുരന്മാരാകട്ടെ പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച് ദേവകളെയും ഋഷിമാരെയും എന്തിന് സാധാരണ മനുഷ്യരെ വരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ കൊന്നുതള്ളി. ലോകം മുഴുവൻ അരക്ഷിതാവസ്ഥയും ആസുരിക ശക്തിയും കൊണ്ട് നിറഞ്ഞു. ദേവകളും മഹർഷിമാരും സത്യലോകത്ത് ബ്രഹ്മാവിനു മുൻപിൽ. ദേവന്മാരുടെ ദയനീയ അവസ്ഥയിൽ ബ്രഹ്മദേവൻ പക്ഷേ നിസ്സഹായനായിരുന്നു. പഴുതുകൾ അടച്ച ശക്തിമത്തായ വരമാണ് അവർ നേടിയിരുന്നത്. ഒടുവിൽ ബ്രഹ്മാവ് ദേവകളെയെല്ലാം കൂട്ടി പരമശിവനു മുൻപിലെത്തി. ത്രിപുരന്മാരെ സംഹരിക്കുവാൻ പരമശിവന് മാത്രമേ സാധിക്കൂ എന്ന കാര്യം ദേവകൾ ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ അടുത്ത പ്രാവശ്യം സഹസ്രാബ്ദത്തിന്റെ അന്ത്യത്തിൽ അവരെ വധിക്കാം എന്ന് ശിവനവർക്ക് വാക്കു നൽകി. ഗംഭീരമായ യുദ്ധസംരംഭങ്ങൾ നടത്തിയ ശേഷം മഹാദേവൻ ത്രിപുരദഹനത്തിന് തയ്യാറാകുന്നു. സഹസ്രാബ്ദത്തിനു ശേഷം ആകാശത്തു വച്ച് ത്രിപുരങ്ങൾ സമ്മേളിച്ചപ്പോൾ ശിവൻ അവയെ ശൂലം കൊണ്ട് പിളർത്തി. ശേഷം സംഹാരകാരകനായ രുദ്രൻ ഒറ്റ ശരം കൊണ്ട് 3 പുരങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി. ത്രിപുരം കത്തിയെരിഞ്ഞു. അതിൽ ത്രിപുരന്മാരും അവിടെ വാണിരുന്ന മറ്റസുരന്മാരും ഒപ്പം മൃതസഞ്ജീവനി വാപിയും നാമാവശേഷമായി. ആ ഒരു സംഭവത്തിന് ശേഷം പരമശിവൻ ത്രിപുരാന്തകനായി തീർന്നു എന്ന് ഭാഗവതം, പത്മപുരാണം, മഹാഭാരതം. ഇന്ദ്രപ്രസ്ഥത്തിലെ മായാസഭ മഹാഭാരതം എന്ന ഇതിഹാസത്തിന്റെ ഒരു വിശേഷപ്പെട്ട ഭാഗമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. കുരുക്ഷേത്ര യുദ്ധത്തിലേക്ക് പാണ്ഡവരെയും കൗരവരെയും
വളരെ പെട്ടെന്ന് എത്തിക്കുന്നതിൽ മായാസഭ ഒരു പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട് എന്നത് നിഷേധിക്കാനാകാത്ത ഒരു സത്യവുമാണ്. കണ്ണഞ്ചിപ്പിക്കുന്നതും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്നതുമായ ആ രാജസദസ്സിന്റെ നിർമ്മിതിക്കു പിന്നിൽ മയനാണ്. സംഭവബഹുലമായ ആ ചരിത്രത്തിലേക്ക് കടന്നാൽ രാജ്യവിഭജനം തൊട്ട് തന്നെ കഥ തുടങ്ങേണ്ടി വരും. ഹസ്തിനാപുരത്തിൽ നിന്നും പാണ്ഡവർക്ക് നൽകിയ ഓഹരി ഖാണ്ഡവപ്രസ്ഥം എന്ന കൊടുംകാടായിരുന്നു. എല്ലാ കാലത്തും അനീതി മാത്രം നേരിട്ട പാണ്ഡുവിന്റെ പുത്രന്മാർ നിറഞ്ഞ മനസ്സോടെ തന്നെ അത് സ്വീകരിച്ചു. കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടതിലധികം അവർ താഴ്ന്നുകൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും. സ്വത്തല്ലേ മറ്റുള്ളവർക്ക് അപഹരിക്കാൻ സാധിക്കൂ, ആത്മവിശ്വാസവും കഴിവും എടുത്തുകൊണ്ടു പോകാൻ സാധിക്കില്ലല്ലോ. ആ ഒരു ശൈലിയായിരുന്നു അവരുടെ ചിന്താഗതി. ഓഹരി കിട്ടിയ പ്രദേശത്ത് പുതിയ രാജ്യം നിർമ്മിക്കുവാൻ പോയ പാണ്ഡവർ നേരിട്ടത് കൊടും പ്രതിസന്ധി. ഖാണ്ഡവവനം എന്നത് തക്ഷകൻ എന്ന ഭീകരനാഗത്തിൻ്റെയും അവൻ്റെ കൂട്ടാളികളുടെയും ഒളിസങ്കേതമായിരുന്നു. ആ മണ്ണിൽ കാൽ കുത്തിയ നിമിഷം തന്നെ തക്ഷകനും നാഗപ്പടയും പാണ്ഡവർക്കും അവരുടെ കൂടെ വന്ന പ്രജകൾക്കും നേരെ അക്രമമഴിച്ചുവിട്ടു. ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ആദ്യം സംയമനം പാലിച്ചു കുന്തിപുത്രന്മാർ. പക്ഷെ പിന്നീട് തങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടത്തിന്റെ ആഴം മനസ്സിലാക്കിയ അർജുനൻ ആഗ്നേയാസ്ത്രം ഉപയോഗിച്ച് ആ കാട് മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. അതോടെ തക്ഷകനും നാഗങ്ങളും പ്രതിസന്ധിയിലായി. ആ കാട്ടിലപ്പോൾ തക്ഷകന്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, മയൻ തന്നെ. അത്ര നേരം തക്ഷകന് കൂട്ടാളിയായി നിന്നെങ്കിലും അർജുനൻ രംഗത്തിറങ്ങിയതോടെ മയൻ പതുക്കെ പിൻവലിഞ്ഞു. ധനുർവിദ്യയിലെ അർജുനൻ എന്ന അതികായനെ നേരിടുക പ്രയാസകരമാണ്. ഇന്ദ്രന്റെ അംശമായി മന്ത്രപ്രസാദത്താൽ കുന്തിദേവിക്ക് പിറന്ന പാർത്ഥൻ കുരുവംശത്തിലെ എന്നു മാത്രമല്ല ആ യുഗത്തിലെ തന്നെ അത്ഭുത പിറവിയായിരുന്നു. തോൽവി മുന്നിൽ കണ്ട് തക്ഷകൻ കുറുക്കുവിദ്യ പ്രയോഗിച്ചു. അർജുനനെ നേരിടുവാൻ സാക്ഷാൽ ഇന്ദ്രനെ തന്നെ വിളിച്ചു വരുത്തി കദ്രുവിന്റെ മകൻ. തക്ഷകനും ഇന്ദ്രനും ചങ്ങാതിമാരായിരുന്നുവത്രേ. ഏതു ഘട്ടത്തിലും സഹായത്തിനു വിളിച്ചാൽ താൻ ഉണ്ടാകും എന്ന് ദേവേന്ദ്രന്റെ വാഗ്ദാനം ലഭിച്ചിരുന്നു തക്ഷകന്. ഈ അവസരത്തിൽ അവനത് കൃത്യമായി ഉപയോഗിച്ചു. തക്ഷകന്റെ വിളിപ്പുറത്ത് ദേവേന്ദ്രനെത്തി. എതിരിടേണ്ടത് സ്വന്തം പുത്രനെ തന്നെ. എങ്കിലും ചങ്ങാതിക്ക് നൽകിയ വാക്കു പാലിച്ചുകൊണ്ട് ഇന്ദ്രൻ പുത്രനായ അർജുനനെ ആക്രമിച്ചു. പിതാവിനോളം തന്നെ വീര്യം പുത്രനും. അർജുനൻ പ്രത്യാക്രമണം നടത്തി. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ രംഗത്തെത്തുന്നു. ആയുധമെടുത്തു നിൽക്കുന്ന രണ്ടുപേരും മോശക്കാരല്ല. മുൻപിൻ നോക്കാതെയുള്ള ദിവ്യായുധ പ്രയോഗങ്ങൾ സർവനാശം വരുത്തിവെക്കും ലോകത്തിന്. കൃഷ്ണൻ ഇടപെട്ടു. വാസുദേവ കൃഷ്ണനെ ഇന്ദ്രന് പോലും ബഹുമാനമായിരുന്നു. അർജുനന്റെ കാര്യം പറയേണ്ടതില്ല. കൃഷ്ണന്റെ വാക്കിനപ്പുറം അർജുനന് മറ്റൊന്നും തന്നെയില്ല. എന്തായാലും ആ യുദ്ധം അങ്ങനെ അവസാനിച്ചു. ദേവേന്ദ്രന്റെ അനുഗ്രഹത്താൽ ഖാണ്ഡവപ്രസ്ഥത്തിൽ അതിമനോഹരമായൊരു നഗരം ഒരുങ്ങുന്നു. ഇന്ദ്രനാൽ നിർമ്മിതമായ ആ നഗരം ഇന്ദ്രപ്രസ്ഥം. മയൻ പാണ്ഡവർക്കു മുൻപിൽ അടിയറവ് പറഞ്ഞു. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിന് മാറ്റുകൂട്ടുവാനായി ഒരു സഭ നിർമ്മിച്ചു കൊടുക്കുവാൻ മയനോട് ആവശ്യപ്പെടുകയാണ്. അക്ഷരം പ്രതി അതനുസരിച്ചു മയൻ. ഇന്ദ്രപ്രസ്ഥത്തിൽ മയനാൽ നിർമ്മിതമായ അതിമനോഹരമായ സഭയാണ് മായാസഭ. പേരുപോലെ തന്നെ മായക്കാഴ്ചകൾ നിറഞ്ഞ ഒരു രാജസഭ. സങ്കീർണമായ രൂപകൽപ്പനകൾ, അതിശയിപ്പിക്കുന്ന അലങ്കാരങ്ങൾ, നൂതനമായ സംവിധാനങ്ങൾ എല്ലാം തികഞ്ഞ ഒരു ഐതിഹാസിക സൃഷ്ടി. വാസ്തുവിദ്യയുടെ ഒരത്ഭുതമായിരുന്നു മായാസഭ. സന്ദർശകരെ ആശയക്കുഴപ്പത്തിലാക്കി യഥാർത്ഥ വലിപ്പത്തിൽ നിന്നും ചെറുതോ വലുതോ ആയി തോന്നിപ്പിക്കുന്ന വിചിത്രമായൊരു നിർമ്മിതി. ഉള്ളതില്ലാത്തതായും ഇല്ലാത്ത ഒന്ന് ഉള്ളതായും തോന്നിപ്പിക്കത്തക്ക വിധം ബുദ്ധിയെ ഭ്രമിപ്പിച്ചിരുന്നു മയന്റെ കരവിരുത്. രാജസൂയ യജ്ഞത്തിനായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദുര്യോധനൻ ഈ മായക്കാഴ്ചകളിൽ ഭ്രമിച്ച് പരവശനാകുന്നു. പാണ്ഡവരുടെ ഐശ്വര്യത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അസൂയ തോന്നി ധൃതരാഷ്ട്രപുത്രന്. കലശലായ കോപവും പകയും സ്വതവേ അയാളെ മതിഭ്രമത്തിലാക്കി. അതിനോടൊപ്പം കൊട്ടാരത്തിലെ നിർമ്മിതികളിൽ പലതും തിരിച്ചറിയാനാകാതെ അമളി പറ്റുകയും ചെയ്തു അയാൾക്ക്. ദുര്യോധനൻ വെള്ളത്തിൽ പോയി വീഴുന്നു. കണ്ടു നിന്നവരെല്ലാം ആ കാഴ്ചയിൽ അറിയാതെയാണെങ്കിലും ചിരിച്ചുപോയി.
കൂട്ടത്തിൽ ദ്രൗപദിയുടെ പരിഹാസം അയാളെ ഭ്രാന്തനാക്കി. കലഹത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടാതെയിരുന്ന കൗരവ കുടുംബം. ഇന്ദ്രപ്രസ്ഥത്തിലെ സഭയിൽ നേരിട്ട അപമാനം കൗരവ പാണ്ഡവർക്കിടയിൽ കനലായി കിടന്ന പകയെ ആളിക്കത്തിക്കാൻ പോന്ന കൊടുങ്കാറ്റായി മാറി. ഈ വൈരാഗ്യത്തിന്റെ ചുവടുപിടിച്ചാണ് ഹസ്തിനാപുരത്തിലെ സദസ്സിൽ വച്ച് ദ്രൗപദി അപമാനിക്കപ്പെട്ടതും കാലക്രമേണ കുരുക്ഷേത്ര ഭൂമിയിൽ ലോകം കണ്ട ഏറ്റവും വലുതും ആര്യാവർത്തമൊട്ടാകെ പങ്കെടുക്കേണ്ടിയും വന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചതും.